ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. അള്ളാഹുവിന്റെ അടിയാത്തികളെ നിങ്ങൾ ഒരു കാരണവശാലും പള്ളിയിൽ നിന്ന് തടയരുത്. മിക്കവാറും ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിന് സമാനമായ ഹദീസുകൾ നമുക്ക് കാണാം. അള്ളാഹുവിന്റെ അടിമകളായ സ്ത്രീകളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയരുത്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. ഇത് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചതാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഒരു വചനം നിങ്ങൾ നോക്കൂ. ഇദസ്തഅദൻതു ഇംറഅത അഹദുക്കും ഫലാ യംനഉഹാ. നിങ്ങളിൽ ആരോടെങ്കിലും ഒരു പെണ്ണ് പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ ഫലാ യംനഉഹാ, അവളെ നിങ്ങൾ തടയരുത്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചതാണ്. ഇനി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിലും ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിലും ഉദ്ധരിച്ച ഹദീസ്, ഈ ഹദീസിന്റെ പ്രത്യേകത എന്താണെന്ന് എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് അറിയാമോ? ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിലും ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിലും ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ചാണ് നമ്മൾ സാധാരണ മുത്തഫഖുൻ അലൈഹി ആയുള്ള ഹദീസ്, ഏറ്റവും പ്രമാണികവും പ്രബലവുമായ വചനം എന്നാണ് പൊതുവിൽ മുസ്ലിം ലോകം അതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ഇദസ്തഅദനകും ബില്ലൈലി ഇലൽ മസ്ജിദ്. രാത്രി പള്ളിയിൽ പോകാൻ നിങ്ങളോട് നിങ്ങളുടെ പെണ്ണുങ്ങൾ അനുവാദം ചോദിച്ചാൽ ഫഅ്ദനൂ ലഹുന്ന, അവൾക്ക് അനുവാദം കൊടുക്കണം. രാത്രി കൊടുക്കണമെങ്കിൽ പിന്നെ പകൽ കൊടുക്കണമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? രാത്രി നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പള്ളിയിൽ പോകണം എന്നൊരു പെണ്ണ് നമ്മുടെ ഭാര്യ ആവശ്യപ്പെട്ടാൽ നമുക്ക് തടയാൻ പറ്റില്ല. ഇത് അള്ളാന്റെ റസൂല് പറഞ്ഞാൽ തടയാൻ പറ്റില്ല. അതാ നമ്മൾ പറഞ്ഞത് അവളുടെ അവകാശമാണെന്ന് പറഞ്ഞത്.